പിന്നെ തമിഴ്നാട്ടിലേക്ക് വന്നാൽ തമിഴ്നാട്ടിൽ വിജയാണ് ജയിച്ചിട്ടുള്ളത്. BJP നമുക്ക് പറയാൻ പറ്റില്ല. ADMK നല്ല സീറ്റ് പിടിച്ചിട്ടുണ്ട്. ADMKയും BJPയും നല്ല സീറ്റ് പിടിച്ചിട്ടുണ്ട്. അത് അതിന്റെ പ്രധാനപ്പെട്ട തമിഴ്നാട്ടിൽ വരെ കടന്നു കയറി എന്ന് പറയുമ്പോഴാണ് BJP അല്ല ADMKയിലൂടെ കടന്നു കയറി എന്ന് പറയുമ്പോഴാണ്. അല്ല 5% വോട്ടുകൾ 4% വോട്ടുകൾ ഉണ്ടായിരുന്ന BJP ഒറ്റടിക്ക് അവിടെ 11% എത്തി. അത്തരത്തിലൊരു നേട്ടമുണ്ടാക്കി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അവർ ഇതിനേക്കാൾ കൂടുതൽ നേട്ടമുണ്ടാക്കിയാണ്. പക്ഷെ അവർക്ക് മിടുക്കന്മാരായിട്ടുള്ള ആളുകളെ കിട്ടിയിട്ടില്ല. എല്ലാ സ്ഥലത്തും ഒരു അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും മിടുക്കന്മാരായിട്ടുള്ള ഒരാളെ കിട്ടുമെന്ന് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വിജയിനെ അവരുടെ കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ അവസ്ഥ എന്താവുമായിരുന്നു? അപ്പൊ അതവർ ശ്രമിച്ചു നോക്കിയതാണ്, മനസ്സിലായി, അവർ ശ്രമിച്ചു നോക്കിയതാണ്. പക്ഷെ വിജയ്ക്ക് അതിന്റെ അപകടം മനസ്സിലായി. കാരണം വിജയ് അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്രത്തോളം വലിയ നേട്ടത്തിലേക്കും വിജയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടും വളരാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. വിജയ്ക്ക് അങ്ങനെ വളരാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടായി. ഞാൻ സത്യത്തിൽ തമിഴ്നാട്ടിലൂടെ ഒരു മൂന്നാഴ്ച 4 ആഴ്ച മുമ്പ് യാത്ര ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു വിജയ്ക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് വോട്ടായി മാറുമോ എന്നുള്ള ഡൗട്ട് എനിക്കുണ്ടായി. പക്ഷെ ഞാൻ വിചാരിച്ച ഒരു 23-24% വോട്ടുകൾ BJP വിജയ് പിടിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ തവണ നമുക്കറിയാം ഇപ്പൊ ഏതാണ്ട് 30-35% വോട്ടുകളിലേക്ക് വിജയ് എത്തിയിട്ടുണ്ടാവും എന്നാണ്. ആക്സിസ് മൈ ഇന്ത്യ പക്ഷെ ആ കാര്യത്തിൽ അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. അവിടെ നമ്മൾ ഇവിടെ നടത്തിയേക്കുന്ന സർവേ അത്ര പോരാന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ അവിടെ നടത്തിയ സർവേ പ്രവചിച്ചിരുന്നു. അല്ല, ഇവിടെ നടത്തിയ സർവേയിൽ അവരത് വേണമെങ്കിൽ ശരിയായെങ്കിൽ പോലും അതിന്റെ നടത്തിയിട്ടുള്ള കൃത്യമായ സർവേ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. അവരൊരു ഉദ്ദേശത്തിന് എന്താണ് 80 സീറ്റ് കിട്ടും, അപ്പോൾ ഒരു 90 വരെ എത്തിക്കാം എന്ന് പറഞ്ഞാണ്. പക്ഷെ തമിഴ്നാട്ടിലെ സർവേ അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ സർവേ അവർ 2-3 തവണ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 18 വയസ്സിനും 39 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു യങ് പോപ്പുലേഷൻ, ആ യങ് പോപ്പുലേഷൻ ഇടക്ക് വലിയ സ്വാധീനം വിജയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 60-64% ആളുകൾ വരെ വൻ സ്വാധീനം വോട്ട് ചെയ്തേക്കാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ തന്നെ അവർ കൃത്യമായി സ്പ്ലിറ്റപ്പുകൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ബർക്കാദത്തായിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ട് പ്രദീപ് ഗുപ്തയുടെ, അത് കണ്ടുനോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അതായത് 19-നും 18-നും 24-നും ഇടക്കുള്ള ആളുകളുടെ ഏതാണ്ട് 64-65% പിന്തുണ അവർക്കാണ്. പിന്നെ മുകളിലേക്ക് വരുമ്പോഴാണ് ഇത്തിരി കുറയുന്നത്. ഞാൻ പറഞ്ഞത് ഒരു 25 മുതൽ 30 വരെ എടുക്കുമ്പോൾ ഇത്തിരി കുറവാണ്. അങ്ങനെ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അതിന്റെ എല്ലാം വലിയ ഭൂരിപക്ഷം അവർക്ക് ഉണ്ടായിരുന്നു. ഒന്ന്. രണ്ടാമത്തത് സ്ത്രീകളിലും ഇതുപോലെ തന്നെയുള്ള ഒരു ഇമ്പാക്ട് ഉണ്ട്. ആ ഈ യങ് ജനറേഷൻ ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇരുന്ന് വേറൊരാള് പറയുന്നുണ്ട്. ഇപ്പൊ പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ ഇരുന്ന് ഒരു നാഷണൽ ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട്. അതായത് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി വിളിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മ ഇത്തവണ വിജയ്ക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവര് വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് പോയി വോട്ട് ചെയ്യുന്നത്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണുന്നത് ഈ 18 മുതൽ 22 വരെ അല്ലെങ്കിൽ 39 വരെയുള്ള വോട്ടുകളിൽ തന്നെ മജോറിറ്റി ഇവർക്കാണ് എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്തത് ഈ 18-ന് താഴെയുള്ള ഒരു 12 വയസ്സിനും 18 വയസ്സിനും ഇടക്കുള്ള കുട്ടികൾ പറയുന്ന നിരവധി കാര്യങ്ങളും പാരന്റ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. മനസ്സിലായോ? കാരണം വിജയല്ലേ വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരും ഓക്കെ എന്നാ പിന്നെ ഒരു വോട്ടല്ലേ. ഈ വോട്ടിനൊന്നും വലിയ സീരിയസ് ആയിട്ടോ രാഷ്ട്രീയമായിട്ടൊന്നും കാണാത്തൊരു അമ്മ വിചാരിക്കും എന്ത് വോട്ട് ചെയ്തേക്കാന്ന് വിചാരിക്കും. കാരണം മോനോടുള്ള ഇഷ്ടമല്ലേ, മോന് ഇഷ്ടപ്പെട്ട താരമല്ലേ ജയിക്കട്ടെ, ഇത് വോട്ട് ചെയ്തേക്കാന്നിരിക്കും. അപ്പൊ അത്തരത്തില് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഇനി അടുത്തൊരു സെഗ്മെന്റ് കൂടി ഉണ്ട്. ഈ 18, 24, 25 വയസ്സിനിടക്ക് ജോലി ചെയ്യുന്ന വിദേശത്തുള്ള YT കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന 30 വയസ്സുള്ള ആളുകളൊക്കെ തന്നെ അവരുടെ അച്ഛനും അമ്മയെ കൊണ്ട് മാറ്റി വോട്ടിപ്പിച്ചിട്ടുണ്ട്. വിജയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു മാറ്റം വേണ്ട. കാരണം ഇത് അഴിമതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് വലിയ അഴിമതിയാണ്. പക്ഷെ അഴിമതിയോടൊപ്പം തന്നെ അവർക്ക് വലിയ പാർട്ടി സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇപ്പോഴും സ്റ്റാലിൻ പിടിച്ച് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ അഴിമതിക്കെതിരെ വിജയ് വലിയ ആളായി മാറുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷെ അപ്പോഴും എന്റെ സംശയം എന്താ വെച്ചാൽ ഈ നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഒരു പൊതുജന വികാരം വലിയ തോതിൽ ഉണ്ടാവും. പക്ഷെ ആ ഉണ്ടാവുമെങ്കിൽ പോലും നമ്മൾ തലേ ദിവസം രാത്രി കൊണ്ട് സ്ലിപ്പ് കൊടുക്കുകയും ആളുകളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും കൃത്യമായി നോട്ടീസ് കൊടുക്കുകയും ചെയ്താലേ ആളുകൾ വോട്ട് ചെയ്യുള്ളൂ. തമിഴ്നാട്ടിൽ അങ്ങനെയാണോ നിർബന്ധമില്ല കേട്ടോ. തമിഴ്നാട് അങ്ങനെ കുറെ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇല്ല, തമിഴ്നാട്ടിൽ ഇപ്പോഴും പഴയ MGR വന്ന ലെവലിൽ തന്നെ ഒരു മാസ് വികാരം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നത് വോട്ടായി മാറുന്നുണ്ട്. അപ്പൊ അത് ഒരു രസികർ മണ്ഡലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് പഴയ രസികർ മണ്ഡലങ്ങളായിട്ടാണ്, അല്ലാതെ ഈ പാർട്ടി ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതിൽ വലിയ മാറ്റം കൊണ്ടുവന്നുണ്ട്. പിന്നെ രണ്ടാമത് വിജയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഞാനിപ്പോ മനസ്സിലാക്കുന്ന പ്രകാരം, ഞാൻ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ അയാൾ പറയുന്ന ഒരു വാചകം എന്ന് വെച്ചാൽ അതെന്നെ ഞെട്ടിച്ചു. ഞാൻ ആ പോയിന്റ് ശരിക്കും ആലോചിച്ചിട്ടുണ്ടായില്ലായിരുന്നു. അദ്ദേഹം പറയുന്നത് വിജയുടെ സ്ഥാനാർത്ഥികൾ മഹാഭൂരിപക്ഷവും വേറൊരു പാർട്ടികളിൽ നിന്ന് വന്നവർ അല്ല, അവർക്കൊരു പരിചയവും ഇല്ല, ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നിർത്തുമ്പോൾ ജനത്തിനൊരു താല്പര്യം തോന്നുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെയാന്ന് ചോദിച്ചാൽ പുള്ളിയിലൂടെ അല്ല, അവരെന്തായാലും ഒരു അഴിമതിക്കാരോ വൃത്തികെട്ടവന്മാരോ ഒന്നുമല്ല.
മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ വേറെ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തവരാണ്. നിങ്ങൾ വേറൊരു അല്ല, അത് ശരിയാണ്. ഞാൻ പിന്നീട് ശരിക്കും ഇന്നലെ രാത്രി ഞാൻ ആലോചിച്ചപ്പോഴാണ് അത് ശരിയാണല്ലോ. വലിയ ഞാൻ ആലോചിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചു. കാരണം അദ്ദേഹം ഒരു സാധാരണ ആളാണ്. പക്ഷെ എന്നോട് വിളിച്ച് പറയുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടില്ലല്ലോ എന്ന് വെച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ പഞ്ചാബിൽ അത് സംഭവിച്ചത്. ഭഗവത് സിംഗ് മാനെ പോലെ മൊബൈൽ കടയിൽ ജോലി ചെയ്യണവരെ പോലെ ബാക്കിയുള്ളവരെ പിടിച്ചു നിർത്തിയപ്പോഴത്തേക്കും ജനത്തിന് ഇവനൊക്കെ പോയ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നി. അതേസമയം വേറെ ഏതെങ്കിലും പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുത്ത ആളുകളോ ബാക്കിയുള്ളതൊക്കെ ആണെങ്കിൽ പരാജയം ഉറപ്പെന്നല്ല, അവരെ കുറിച്ചൊരു ധാരണയുണ്ടല്ലോ. അവർ രാഷ്ട്രീയത്തിനും അധികാരത്തിനും വേണ്ടി വന്നവരാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് വോട്ടിയില്ല. പക്ഷെ അത്തരത്തിലുള്ള ഇപ്പൊ സുവേന്ദു അധികാരി നമുക്കറിയാം. ഇപ്പൊ പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയെ BJP പിടിക്കുന്നു, അതുപോലെ ഹുമായൂൺ കബീറിനെ പിടിക്കുന്നു, ഇത്തരത്തിലുള്ള ആളുകളെ പിടിക്കുന്നു എന്ന് പറയുമ്പോൾ ജനത്തിനൊക്കെ അറിയാലോ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പഴയ പോലെ തന്നെ യുവമാരൊക്കെ രാഷ്ട്രീയക്കാരാണ് ഇത് അധികാരത്തിന് വേണ്ടി പണിയെടുക്കുന്നത്. പക്ഷെ വിജയുടെ അങ്ങനെയല്ല. വിജയുടെ കേസിൽ ശരിക്കും ശരിയാണ്. ഞാൻ നേരെ എതിരാണ് വിചാരിച്ചത്. അതായത് വിജയ്ക്ക് ഒരു തലപ്പൊക്കമുള്ള നേതാവ് വിജയിനൊപ്പം മത്സരിക്കാനില്ല, അല്ലെങ്കിൽ മത്സരിക്കുന്നവർ ആരാണെന്ന് അറിയില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ നേരെ തിരിച്ച് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ആ അഡ്വാൻറ്റേജ് എന്താണ്? സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഒന്ന് ട്രൈ ചെയ്തേക്കാം. ഇപ്പൊ ഈ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ ഒറ്റടിക്ക് വലിയ നേട്ടം ഉണ്ടാക്കിയപ്പോ അന്ന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വളരെ സാധാരണക്കാരായ ആളുകളാണ്. അപ്പൊ അവരുടെ പ്രൊഫൈലാണ് നിൽക്കുന്നത്. അതായത് മൊബൈൽ കടയിൽ ജോലിക്ക് നിർത്തുമ്പോൾ ഇലക്ഷൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു അനുകമ്പ ഉണ്ടാവുമല്ലോ. മനസ്സിലായി? അവരിത് അധികാരം കിട്ടണമെന്നോ MLA ആകണമെന്നോ MLA ആയിട്ട് എന്ത് ചെയ്യാൻ വലിയ സമ്പാദ്യം ഉണ്ടാക്കണമെന്നോ വിചാരിച്ചിട്ട് പന്നവനായിരിക്കില്ല. അവനെ കുറച്ച് മര്യാദക്കാരനായിരിക്കും, കുറച്ച് മര്യാദക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കൂല. അപ്പൊ ആ വിചാരം ജനങ്ങളിൽ വലിയ തോതിൽ ഉണ്ടാക്കാൻ വിജയ് കഴിച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയോടൊപ്പം രണ്ടാം നിര നേതാക്കന്മാരില്ല, പാർട്ടി സ്ട്രക്ചർ ഇല്ല എന്നൊക്കെ പറയുന്നത് പ്രശ്നമായില്ല. ഇതൊക്കെ ഉള്ളവര് പരാജയപ്പെടുക. പിന്നെ രണ്ടാമത് ഏറ്റവും വലിയ ഗുണം കൂടിയുണ്ട്. അതാണ് അടുത്ത പ്രശ്നം. നമ്മുടെ ഇവിടെ ആണെങ്കിൽ അങ്ങനെ നടത്താൻ പറ്റില്ല. ഇപ്പൊ ഒരു താങ്കളെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ ഇപ്പോൾ ഒരു വലിയ തോതിൽ ആളുകൾക്ക് അറിയാത്ത ഒരു സാധാരണക്കാരനെ പിടിച്ച് എന്ത് ചെയ്യുന്നു, സ്ഥാനാർത്ഥിയെ കിട്ടുന്നു. ഈ സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്താൻ വിജയ്ക്ക് ബുദ്ധിമുട്ടില്ല. അതെന്താണെന്നറിയാമോ? വിജയ് കൈ കൊടുക്കുന്നതും വിജയ് രണ്ട് നല്ലത് പറയണ വാക്കിട്ടിട്ട് നേരെ സോഷ്യൽ മീഡിയയിൽ കയറ്റിവിട്ടാൽ മതി. ആളപ്പം തന്നെ പോപ്പുലറായി. കാരണം എന്താ? വിജയുടെ ഒപ്പം എന്ത് ചെയ്യണ പോസ്റ്റർ മുഴുവൻ വിജയും പുള്ളിയെ നിക്കണേ. എന്നിട്ട് അടുത്ത പാചകം എന്റെ നൻപൻ കലക്കി പിന്നെ അവനെ ജയിപ്പിക്കാതെ. അപ്പൊ അത് സ്വാഭാവികമായിട്ടും വേറെ വലിയ പ്രചരണം പോലും എന്ത് ചെയ്യണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ സീരിയസ്ലി ഇപ്പൊ ഞാൻ പറയണല്ലോ, ഇപ്പൊ രതീഷ് ചക്രപാണിയും വിജയുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ ഇടുന്നു എന്ന് പറഞ്ഞാൽ കാണുന്ന ഏതൊരു തമിഴിനും എന്നോട് വലിയൊരു ആരാധന തോന്നും. ഇപ്പൊ കേരളത്തിൽ പോലും തോന്നും. കേരളത്തിൽ പോലും വലിയ സ്ട്രോങ് ബേസ് ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ വിജയുടെ പടമൊക്കെ മറ്റേ ഈ പുള്ളി 6 കോടി രൂപയ്ക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ട് വലിയ തരംഗമായിരുന്നു. ലിസ്റ്റ് ചീഫനൊക്കെ എടുത്തിട്ട് മാജിക് ഫ്രെയിംസ് ഒക്കെ എടുത്തിട്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു ഇവിടെ പോലും ഞാൻ പറയാം, ഇപ്പൊ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ വിജയായിട്ട് എടുക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കാണുന്ന ആരും ഇവനാരാണ് എന്ന് ചിന്തിക്കും. മനസ്സിലായി? അപ്പൊ അതുപോലെ തന്നെ അവിടെ ഈ പോസ്റ്ററാണ്. അതായത് വിജയുടെ പോസ്റ്റർ ആരും നോക്കാതിരിക്കില്ല. അപ്പൊ പോസ്റ്റർ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി ആർക്കും അഡ്വാൻറ്റേജ് ഇല്ല. കാരണം ബാക്കിയൊക്കെ സ്റ്റാലിനൊപ്പം നിൽക്കുന്ന ബാക്കിയുള്ള അതൊക്കെ കണ്ട ആളുകൾ അടുത്താണ്. ആ സമയം ഇതെന്ത് ചെയ്യുന്നു? ഞാൻ നേരെ തിരിച്ച വിചാരിച്ച അതേ ഞാൻ നമ്മളോട് പറയുന്നത്. ഞാനിപ്പോ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്കറിയില്ല. പക്ഷെ ഞാൻ ഈ ആക്സിസ് മൈൻഡിയുടെ സർവേയും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ പരിശോധിച്ചപ്പോൾ കേരളത്തിൽ അവരെടുത്തതിനേക്കാൾ അവർ അതിഗംഭീരമായിട്ട് ആ സർവേ തമിഴ്നാട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോ സ്കെയിൽ ഇങ്ങനെയാണ് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. പിന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും ഒക്കെ വലിയ ഫൈറ്റ് നേരിടേണ്ടി വരും, ഒരുപക്ഷെ പരാജയപ്പെട്ടേക്കാം എന്നൊരു തോന്നുന്നുണ്ട്. അപ്പൊ അവർ കുറെ കൂടി ഫോക്കസ് ചെയ്ത് അതാണ്. സത്യത്തിൽ ഞാൻ അവരുടെ ഉള്ളിലുള്ള ആളുകളെ വിളിച്ചു നോക്കിയപ്പോൾ അവർ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൽ അവർ എക്സിറ്റ് പോൾ പ്രഡിക്ഷൻ നടത്തിയില്ല. കാരണം അവര് കുറെ കൂടി ഫോക്കസ് ചെയ്ത് തമിഴ്നാട്ടിലാണ്. അപ്പൊ തമിഴ്നാട്ടിൽ അവർ അതിഗംഭീരമായി നടത്തുകയും അതിന്റെ ഏതാണ്ട് കുറച്ചുപേരെ ഇങ്ങോട്ട് ഇട്ടിട്ട് കേരളത്തിൽ എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിക്കാൻ പറയുകയും ചെയ്തേക്കണം. അതേസമയം തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, കുറെ കൂടി കൃത്യമായി ചെയ്തു. എനിക്ക് തോന്നുന്നു ആരെങ്കിലും അത് തമിഴ്നാട്ടിലെ ഒരു റിസൾട്ട് വേണം എന്നുള്ളത് ആരെങ്കിലും ഡിമാൻഡ് ചെയ്യുകയും കാശ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. കാരണം അല്ലെങ്കിൽ ഇപ്പൊ ഇന്ത്യ ടുഡേ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ റിസൾട്ട് ഇല്ല, ബംഗാളിലെ റിസൾട്ട് വിടണമെന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോ നാളെ കേരളത്തിന്റെ സർവേ നടത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കുകയാണ്, എന്റെ കമ്പനിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ സർവേ എടുത്തു കഴിഞ്ഞാൽ എന്തായാലും കൊടുക്കേണ്ടി വരില്ലേ? ഇല്ലേ? ഇത് പുള്ളി മിനിഞ്ഞാന്ന് പറഞ്ഞു ഇന്നലെ തരാന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല ഞങ്ങൾ എക്സിറ്റ് പോൾ റിസൾട്ട് പുറത്ത് വിടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ വിടുന്നില്ലെന്ന് പറഞ്ഞാൽ ബംഗാളി സർവേ എടുത്താൻ വേണ്ടി ആരുടെ നിന്നും കോൺട്രാക്ട് മേടിച്ചിട്ടില്ലെന്ന് വിളിക്കും. രണ്ടാമത് ഇത് തമിഴ്നാട്ടിൽ അങ്ങനെയല്ല സംഭവിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രശ്നം കാര്യം കൃത്യമായിട്ട് ചെയ്തേക്കുന്നത്.